ഒരു വ്യക്തിയെ വലിയവനാക്കുന്ന ശക്തി അത് അയാളുടെ ബാങ്ക് ബാലൻസ് അല്ല, ഡിഗ്രിയല്ല. അദ്ദേഹത്തെ ഉയർത്തുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതിൽ നമ്മൾ ഏവരും സ്നേഹിക്കുന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. കർണാടകയിലെ സാധാരണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി ബസ് കണ്ടക്ടർ ആയിരുന്നു. എന്നാൽ അദ്ദേഹം മനസ്സുകൊണ്ട് ഒരു സിനിമാ നടനാകണമെന്നാണ് ആഗ്രഹിച്ചത്. തൻ്റെ പരിമിതികളെ തടസ്സമായി കാണാതെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് തുനിഞ്ഞിറങ്ങിയതുകൊണ്ടാണ് ഇന്ന് ലോകമറിയുന്ന ഒരു നടനായി മാറിയത്. ഒന്നുമില്ലായ്മയിലും അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ടായിരുന്നു. താൻ ഒരു നടനാകുമെന്ന് അദ്ദേഹം സ്വയം വിശ്വസിച്ചിരുന്നു. ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് എത്തിച്ചതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളാക്കിയതും. എനിക്കത് ചെയ്യുവാൻ സാധിക്കും, ഞാനത് നേടും എന്ന് നമ്മളെ തന്നെ സ്വയം വിശ്വസിക്കുന്നതിനെയാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ ഈ ആത്മവിശ്വാസം നമ്മിൽ കുറയുന്നതെങ്ങനെ? അതിനുത്തരം തേടുകയാണ് നാം ഇന്നത്തെ വീഡിയോയിലൂടെ. ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിൽ വരുന്നത് ബോൾഡാണോ, എതിർക്കാനുള്ള കഴിവാണോ, ശബ്ദമുയർത്തലാണോ എന്നൊക്കെ ആവാം. അല്ല, ആത്മവിശ്വാസം അതല്ല. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്കൊരു സ്ഥാനമുണ്ടെന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുന്നതിനെയാണ്. ഞാൻ അവസരങ്ങൾക്കായി കാത്തിരിക്കേണ്ട, അവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെ വിശ്വസിക്കാം എന്ന അവകാശബോധം, ഇതാണ് ആത്മവിശ്വാസം. അതെ, എല്ലായ്പ്പോഴും ബോൾഡ് ആയിരിക്കേണ്ടതില്ല. പക്ഷേ നമ്മളും ഈ ലോകത്തിന് ഒരു അത്യാവശ്യമാണ് എന്ന ആത്മവിശ്വാസം നമ്മിൽ ഉണ്ടാകണം. എങ്ങനെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു? ഒരു കുട്ടി ജനിക്കുന്നത് പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടിയാണ്. എന്നാൽ വളർന്നുകൊണ്ടിരിക്കെ അതിൽ കുറവ് വന്നേക്കാം. കമ്പാരിസൺ, ക്രിറ്റിസിസം, ഫെയിലർ. നമ്മളെ വിലയിരുത്തുന്നവരെ കേട്ടുകൊണ്ടിരിക്കുക. അവനെപ്പോലെ നീ ആകുമോ, നിന്റെ കഴിവ് ഇത്രയേ ഉള്ളൂ, നിനക്ക് പഠിക്കാൻ പറ്റില്ല, നീ ടാലൻ്റ് അല്ല. ഈ ശബ്ദങ്ങൾ ഒരിക്കൽ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. റിപ്പീറ്റഡ് ഫെയിലർ, കോൺസ്റ്റൻറ്റ് റിജക്ഷൻ, ലാക്ക് ഓഫ് സപ്പോർട്ട്, ഇതെല്ലാം ആത്മവിശ്വാസത്തെ കാര്യമായി ബാധിക്കും. ഒടുവിൽ നാം എന്തെങ്കിലും ശ്രമിക്കേണ്ടതല്ല എന്ന വിശ്വാസം ഉള്ളിൽ വളരും. നമുക്ക് തന്നെ മനസ്സിലാകാതെ ആത്മവിശ്വാസം കുറയുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റുമെന്നോർക്കാതെ കാര്യങ്ങൾ ഒരേ സേഫ് സോണിലേക്ക് മാറ്റിവെക്കുന്നു. ഒരൊറ്റ നിശ്ചയം പോലും എടുക്കാൻ കഴിയുന്നില്ല. മറ്റുള്ളവരുടെ അഭിപ്രായം സത്യമായി ഏറ്റെടുക്കുന്നു. നീ പിന്നോക്കക്കാരനാണ് എന്ന് മനസ്സിൽ സ്ഥിരമായി പറയുന്നു. ആത്മവിശ്വാസമില്ലായ്മയുടെ സ്വാധീനം ഒരാളുടെ ഡിസിഷനിലും ഡ്രീമിലും പ്രത്യക്ഷമാണ്. ഈ സ്ഥിതിയിൽ നിന്നും മാറാം. ഞാൻ മാറിയിട്ടുണ്ട്, അതിന് വഴിയുണ്ട്, സിസ്റ്റമുണ്ട്. ആത്മവിശ്വാസം വീണ്ടും പണിയാനാകും. നമുക്കതിന് സാധിക്കും. അതിൻ്റെ വഴി ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ആ വഴി പറഞ്ഞു തരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉള്ളിൽ ആത്മവിശ്വാസത്തിൻ്റെ അളവ് നിങ്ങൾ തന്നെ സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റബിളായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പരിഹാരമുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്കത് പരിശോധിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.